നമസ്കാരം, ഞാൻ സന്തോഷ് ആലപ്പാട്. ഇന്ന് ഒരു പ്രത്യേക കൂട്ടരെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ പാവം മലയാളി പ്രവാസികൾ അല്ലെങ്കിൽ പ്രവാസി റിട്ടേൺസ്. ആരാണ് പ്രവാസികളെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ് ഉത്തരം, അല്ലേ? നമ്മുടെ കേരളത്തിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യാൻ പോയിരിക്കുന്നവർ. പക്ഷേ ആക്ച്വലി യഥാർത്ഥത്തിൽ ഒരു പ്രവാസി ആരാണ്? ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ എല്ലാ കൊല്ലവും ഒരു ചാക്കുകെട്ടുമായി പ്രവാസ ജീവിതത്തിൽ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലും. എന്തിനാണെന്നറിയോ? കാശ് പിരിക്കാൻ. ഒരു കെട്ട് നോട്ടുമായി അവർ നാട്ടിലേക്ക് തിരിച്ചു വരും. ഇത് കഴിഞ്ഞാൽ പ്രവാസികളുടെ ഗതി അധോഗതി. എന്തിന്? മാറി മാറി വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്തൊരു കാര്യമുണ്ട്. പ്രവാസികളെ ഒരു പുസ്തകത്തിനുള്ളിൽ ഒരു പ്രത്യേക പേരിട്ട് അവർ എടുത്തു വച്ചു. എന്താണെന്നറിയോ? NRK, വിച്ച് മീൻസ് 2 കിലോ അരി പോലും ലഭിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു കൂട്ടർ. കൊള്ളാമല്ലേ? നല്ല പ്രവാസികൾ. ഇനി പ്രവാസ ജീവിതത്തിലിരിക്കുമ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. ഈ 12 മണിക്കൂറിൽ ബ്രേക്ക് ടൈമിൽ, അതായത് ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒരു 5 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് തീർത്ത് ഓടിപ്പോകുന്നവർ. എന്തിനാണെന്നറിയോ? ബാക്കിയുള്ളൊരു 50 മിനിറ്റ് അല്ലെങ്കിൽ 55 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ. അതാണ് പ്രവാസി. ഇനി അതുമാത്രമല്ല, ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ അവന് ഒരു ആഘോഷ തിമിർപ്പാണ്. വീട്ടുകാരും ഫ്രണ്ട്സും കൂടിയിട്ട് അവനെ എതിരേറ്റുകൊണ്ട് നടക്കും. കാരണം എന്താ? പെട്ടി നിറയെ സാധനങ്ങളും കൈ നിറയെ കാശും. പക്ഷേ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് അവൻ കടം വാങ്ങിച്ചിട്ടാണ് എന്നുള്ള വിവരം നിങ്ങൾക്കറിയോ? അതാണ് പ്രവാസി. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന ഒരു പ്രവാസിയുണ്ട്. അവനെ ഫ്രണ്ട്സിന് വേണ്ട. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് അവനിൽ നിന്ന് അകന്നോടും. കാരണം എന്താ? കാശില്ല, ജോലിയില്ല. ഇനി വീട്ടുകാരോ? അവരും പയ്യെ അവരെ ഉപേക്ഷിച്ച് തുടങ്ങും. കാരണം എന്താ? ഇനിയുള്ള ഗതി അധോഗതി. അവൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ള വിവരം അവർക്കറിയാം. അതാണ് പ്രവാസി. പോരാഞ്ഞ് ഏകദേശം ഒരു 60-65 വയസ്സിനുള്ളിലായിരിക്കും പ്രവാസി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തൻ്റെ ഒരു സമ്പാദ്യം പോലും ഇല്ലാതെ ഉള്ളത് മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് വെറും ശൂന്യനായ ഒരു പ്രവാസിയായിരിക്കും നാട്ടിലേക്ക് വരുന്നത്. അവന് ഒരുപാട് രോഗങ്ങളുണ്ടാവും. പയ്യെ ഉമ്മറത്തിരുന്ന് ഒന്ന് ചുമച്ചാൽ ഒരു നികൃഷ്ട ജീവിയെപ്പോലെ ഈ പ്രവാസിയെ നോക്കുന്ന സ്വന്തം ഭാര്യയും മക്കളും. നിങ്ങൾക്ക് അനുഭവമില്ലേ? ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിലും നികൃഷ്ടമായ അനുഭവങ്ങൾ പലർക്കുമുണ്ട്. അതായത് സ്വന്തം വീടും പറമ്പും ഭാര്യയുടെ പേരിൽ എഴുതി വാങ്ങിച്ച് പ്രവാസ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരുപാട് പ്രവാസികളെ നമുക്ക് നമ്മുടെ കേരളത്തിൽ കാണാം. സത്യത്തിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്രവാസി. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു 9 ടിപ്സും കൊണ്ടാണ്. നവഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട 9 ടിപ്സ്. ഈ 9 ടിപ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രവാസ ജീവിതത്തിൽ എങ്ങനെ ഇരുന്നുവോ അങ്ങനെ തന്നെ സ്വന്തം നാട്ടിലും കഴിഞ്ഞുകൂടാം. റെഡിയാണോ കേൾക്കാൻ? അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തമായി ഒരു വീട് പണിയുക. ഒരു 10 സെൻറ്റ് കഴിയുമെങ്കിൽ എവിടെയെങ്കിലും വാങ്ങിക്കുക. കൂടാതെ അത്യാവശ്യം കാശ് ബാങ്കിലിടുക. ഒരു 50-55 വയസ്സിനുള്ളിൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സിൽ കിടക്കാം. നിങ്ങൾ നാട്ടിലേക്ക് വരുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും വെച്ചിട്ടായിരിക്കും, അല്ലേ? നിങ്ങളുടെ ഫാമിലി നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കും. മക്കൾ നിങ്ങളെ സ്നേഹിക്കും. സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒന്നും നടക്കാൻ പോണില്ല. നിങ്ങളെ ആർക്കും വേണ്ട. നിങ്ങൾക്ക് ദേഷ്യം വരും, അല്ലേ? പ്രഷർ കൂടും. സോ കൺട്രോൾ യുവർ മൈൻഡ്. നിങ്ങളൊരു സാധാരണ മനുഷ്യനെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഒരു ചിരി നിങ്ങളുടെ ചുണ്ടത്ത് വേണം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഒരു കൊല്ലത്തേക്ക് നിങ്ങളൊന്നും ചെയ്യരുത്. ചെയ്യാം. നിങ്ങളെല്ലാ ദിവസവും 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ അല്ലെങ്കിൽ 5 കിലോമീറ്ററോ വെറുതെ നടക്കുക. ഈ നടക്കുന്ന വഴിയിൽ നിങ്ങൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും. അവരുമായിട്ട് സംസാരിക്കുക.
നാടിനെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ ഒരു നാട്ടിലെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക. ഇത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ കൺട്രോൾ യുവർ ബോഡി. ഒരു 3 മാസത്തേക്ക് നിങ്ങൾ എന്താണോ ഗൾഫ് ജീവിതത്തിൽ കഴിച്ചത്, അതായത് മീറ്റിൻ്റെ പെർസെൻറ്റേജ്, വെജിറ്റബിളിൻ്റെ പെർസെൻറ്റേജ്, ഫിഷിൻ്റെ പെർസെൻറ്റേജ്, എഗ്ഗിൻ്റെ പെർസെൻറ്റേജ്, അതേ രീതി തന്നെ ഒരു 3 മാസത്തേക്ക് കൺട്രോൾ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ വെജിറ്റബിൾ ഒരു 80%, ബാക്കി 20% നിങ്ങൾ മീറ്റ് ഐറ്റംസിനും കൊടുക്കുക, അല്ലെങ്കിൽ ഫിഷ് ഐറ്റംസിനും കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഈ 3 മാസം അല്ലെങ്കിൽ അടുത്ത 3 മാസം കൊണ്ട് നിങ്ങളുടെ ഗട്ട്, അതായത് വയറ്, ഈ നാടുമായിട്ട് യോജിച്ചു പോയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാവില്ല. അടുത്തത് കോൺസിക്വൻസസ് ഷെയറിങ്, ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു ഫോളോ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും 3 കാര്യങ്ങൾ അമിതമായി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. 1, മീഡിയ യൂസേജ്. 2, എക്സ്റ്റേണൽ ജേണി, എക്സ്റ്റേണൽ ട്രിപ്സ്. 3, അൺവാണ്ടഡ് കോസ്റ്റ്യൂം ആൻഡ് കോസ്മെറ്റിക്സ് പർച്ചേസ്. നിങ്ങളൊന്നും മിണ്ടരുത്. ഒരു 3 മാസത്തേക്ക് ഒന്നും മിണ്ടരുത്. ഈ 3 മാസത്തിന് ശേഷം നിങ്ങൾ അവരെ വിളിച്ചു പറയാം, നിങ്ങൾ എന്തും ചെയ്തോ, പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഈ ഒരു വാക്ക് നിങ്ങൾ തീർച്ചയായും അവരോട് പറഞ്ഞിരിക്കണം. പറഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഒരു 3 മാസത്തേക്ക് നിങ്ങളൊന്നും മിണ്ടരുത്. നോർമലി അവർ എന്ത് പർച്ചേസ് ചെയ്യുന്നുവോ അതേപടി പൊക്കോട്ടെ. 3 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ എല്ലാവരെയും വിളിച്ച് ഒരു ഫാമിലി മീറ്റിംഗ്, അവരോട് പറയണം, ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യും, നിങ്ങൾ പുറത്തോട്ട് പോകണ്ട. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രഷർ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അറ്റ്ലീസ്റ്റ് അടുത്ത 3 മാസത്തേക്ക്. ബട്ട് ഡൂ ഇറ്റ് ആൻഡ് സീ ദ ഗ്രാഫ്. കഴിഞ്ഞ 3 മാസത്തെ ഗ്രാഫും വരാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് തുടങ്ങിയ 3 മാസത്തെ ഗ്രാഫും തമ്മിൽ നിങ്ങളൊന്ന് ഒത്തു നോക്കൂ. യു വിൽ ബി ഷോക്ക് ടു സീ ദാറ്റ് വൺ. ഇതാണ് ഒരുപാട് പ്രവാസികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പറ്റ്. കാരണം സ്നേഹം കിട്ടാൻ വേണ്ടി തൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് മുഴുവൻ ഫാമിലി മെമ്പേഴ്സിനോട് വിളമ്പുക. എന്തു സംഭവിക്കും? അവർ അടിവലിക്കും. അടിയെന്ന് വലിച്ച് അവസാനം തീർന്നു കഴിയുമ്പോഴേ നിങ്ങൾ അറിയത്തുള്ളൂ. സോ ഡോണ്ട് ടെൽ anyone, even your wife or kids or friends, that how much you got in your bank. Top secret. സ്ട്രെസ് റിലീസ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, യാത്രകൾ എന്തിനു വേണ്ടി. സ്ട്രെസ് ദ ബേസ് ഓഫ് ഓൾ ഡിസീസസ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്ട്രെസ് എടുക്കരുത്. ഡോണ്ട് ടേക്ക് സ്ട്രെസ്. ലെറ്റ് ദ മൂൺ കം ഡൗൺ, ലെറ്റ് ദ സൺ കം ഡൗൺ. യു ഡോണ്ട് ടേക്ക് സ്ട്രെസ്. സ്ട്രെസ്സ് നിങ്ങളെ ജീവിതത്തിൽ എടുത്താൽ നിങ്ങൾ വിതിൻ 3 years നിങ്ങളൊരു രോഗിയായിട്ട് മാറും. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുന്ന നിങ്ങൾ. അതുകൊണ്ട് സ്ട്രെസ് എന്നൊരു വാക്ക് നിങ്ങളുടെ ഡിക്ഷണറിയിൽ പാടില്ല. അടുത്തതാണ് ഒരു ഇൻ്റർനാഷണൽ കോമഡി. കീപ്പ് എ സ്മൈൽ ഓൾവേസ്. എന്തിനു വേണ്ടിയെന്നറിയോ? എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. ആരെ കണ്ടാലും ഒരു ചെറിയ പുഞ്ചിരി, 2 വാക്ക് അവരോട് സംസാരിക്കുക. ആ സ്ഥിരമായുള്ള ചിരി കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും സ്വന്തം നാട്ടുകാർക്കും ഒരു മറുചിന്ത വരും, ഇവനെന്തോ മാനസിക രോഗം പറ്റിയെന്ന്. ഡോണ്ട് വറി. ആ ചിരി നിങ്ങളുടെ മുഖത്ത് 1 കൊല്ലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അടുത്ത കൊല്ലം മുതൽ ആ ചിരി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചുണ്ടിലുണ്ടാവും. ആൻഡ് യു വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് പോസിറ്റീവ് സ്ട്രാറ്റജിക്കൽ മാൻ ഇൻ ദ വേൾഡ്. ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. ഡിയർ ഫ്രണ്ട്സ്, ഈ 8 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ അറ്റ്ലീസ്റ്റ് 1 year അവസാനത്തെ പോയിൻ്റായ ഡിസിഷൻ മേക്കിംഗ്, അതിന് നിങ്ങൾ യോഗ്യത നേടും. നിങ്ങൾക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായി എന്ത് ഡിസിഷൻ എടുത്താലും അത് സക്സസ് ആയിട്ട് വരും. പക്ഷേ ഫോളോ ദാറ്റ് 8 points ആൻഡ് കം ടു 9th point. ഡിയർ പ്രവാസീസ്, ഇത്
എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ നേടിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കും അത് നല്ലതിനാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്.